Okay. Okay. Good afternoon, all of you. Okay, all of you mark the attendance now. അപ്പൊ നമ്മള് സെക്കൻഡ് ലെസന്റെ ക്വസ്റ്റ്യൻസ് മിസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അത് എഴുതിയെടുത്തു എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് അതിന്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് പറയാനുണ്ട്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 11. എന്താണ് ആസിയത് സഫ, എവിടെയാണ് ശ്രദ്ധിക്കുന്നത്? കണ്ണോണ്ട് ഇങ്ങനെ ഒക്കെ എന്തൊക്കെ മിസ് എല്ലാവരും ഇവിടെ കാണുന്നുണ്ട് വൃത്തിയില്. ഓക്കെ, അപ്പോ 11ാമത്തെ പേജില് എല്ലാവരും എടുത്തോ? യെസ്. അപ്പൊ അതിന് നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ മിസ് എഴുതി തന്നത് എല്ലാവർക്കും കിട്ടിയോ? യെസ്. ഓക്കെ. അപ്പൊ ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ അതുകൂടി കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. 3ാമത്തത് ആക്ടിവിറ്റീസ് 3. കഥാപാത്രങ്ങളെ കണ്ടെത്താം. അല്ലേ? കണ്ടോ മക്കളെ? താഴെ നൽകിയിരിക്കുന്ന സംഭാഷണങ്ങൾ ആര് പറഞ്ഞു എന്ന് കണ്ടെത്തി എഴുതാം. അല്ലേ? 1ാമത്തത് മിസ് ചോദിക്കുന്ന ആള് മാത്രം പറയണേ. നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല, 100 കൂട്ടം പണിയുണ്ട്. ആര് പറഞ്ഞതാണ്? പേജ് നമ്പർ എത്ര? 11. 11. Thank you, miss. ഓക്കെ. എഡ്വിൻ, ആര് പറഞ്ഞ എഡ്വിൻ മിസ് ഇപ്പൊ വായിച്ചത്? അച്ഛൻ. ഞാൻ ഒന്നുകൂടി വായിക്കാം. നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല, 100 കൂട്ടം പണിയുണ്ട്. ആരാ പറഞ്ഞേ? അമ്മ. അതിന് നേരെ നിങ്ങൾ അമ്മ എന്ന് എഴുതിക്കോ. അമ്മ. മിസ് നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട. നോട്ട്ബുക്കിലല്ല, ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്താൽ മതി. പക്ഷെ ഇതും കൂടെ പഠിക്കണം എക്സാമിനുള്ള സമയത്ത്. അമ്മ. അപ്പൊ ഫസ്റ്റ് വൺ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതുക അമ്മ. നെക്സ്റ്റ്, ഗേറ്റ് കടന്ന് പതുക്കെ അകത്ത് വരും, നോക്കിക്കോളണേ. ആരാ പറഞ്ഞത് ആ വാക്ക്, ആ വാചകം? 2ാമത്തത് ഹൈഫൻ ഇട്ട് എഴുതുക. അല്ലടാ, നേരെ എഴുതി ഹൈഫൻ ഇട്ടിട്ട് എഴുതി. അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ ഒരു ഹൈഫൻ ഇടുക, അവിടെ പറഞ്ഞതിന് നേരെ എഴുതുക അച്ഛൻ. ഇവിടെ കണ്ടോ? ഓൾ ഓഫ് യു ലിസൺ. ഇതുപോലെ എഴുതിക്കോ. ആദ്യത്തെ പറഞ്ഞത് അമ്മ, നെക്സ്റ്റ് പിന്നെ ആരാ പറഞ്ഞത്? അച്ഛൻ. ഹൈഫൻ ഇട്ടിട്ട് എഴുതി. ആസിദ് സഫ, എന്താ പരിപാടിയുടെ? നെക്സ്റ്റ്, ഇനി 3ാമത്തെ എന്താണ്? ടീച്ചർ എത്രാമത്തെ പേജാ? പേജ് നമ്പർ 11. 11ാമത്തെ പേജ് അല്ലേ നിങ്ങളുടെ? മാറ്റമുണ്ടോ? മാറ്റമില്ല. ഓക്കെ, ബെനിറ്റ് എഴുതിയോ? യെസ്. അപ്പോ 1, 2, 3 നമ്മളിപ്പോ 3ാമത്തതാണ് ഇനി എഴുതേണ്ടത്. എന്ത് നോക്കാം, നമുക്ക് വായിച്ചു നോക്കാം. ഇനി കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കരുതേ. ആരാ പറഞ്ഞേ? അമ്മ. ഓക്കെ, ഒരാള് അമ്മു. അത് പറഞ്ഞത് അല്ലേ? ഇനി കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കരുതേ, പൂച്ചയോട് അമ്മ എഴുതിയിട്ടാ ഇങ്ങനെ ഒരു ചിഹ്നൂടണം കേട്ടോ. അമ്മു. ഓക്കെ. അമ്മേ, പൂച്ചക്കുട്ടിയെ ഗേറ്റിനടുത്ത് കാണാനില്ല. ആരാ പറഞ്ഞത്? വെരി ഗുഡ്. ഈ കഥാപാത്രം പറഞ്ഞു. ദീപക്കാണ് അത് പറഞ്ഞത് അല്ലേ?
അമ്മയെ പൂച്ചക്കുട്ടിയെ ഗേറ്റിനടുത്ത് കാണാനില്ല എന്ന് പറഞ്ഞത് ദീപക്കാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കിയേ. ഇതുപോലെ ഈ കഥാപാത്രങ്ങൾ പറഞ്ഞ ഓരോ സംഭാഷണം കൂടി കണ്ടെത്തിയത. അപ്പൊ അച്ഛൻ പറഞ്ഞത് ഒന്ന് പറഞ്ഞേ നിങ്ങള്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ആരാ പറയുന്നേ? ഷഹുമ. എന്താ ഷഹുമ? എല്ലാവരും നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കുന്നുണ്ട് എന്നോട്.